ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഗ്ലൂക്കോമീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എല്ലാവർക്കും ഗുണപ്രദമാവുന്ന ഒരു കാര്യവും. പലപ്പോഴും ഈ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങളുമുണ്ട്, പലർക്കും അറിയില്ല, എറേഴ്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനെ പറ്റിയാണ് ഈ ഗ്ലൂക്കോമീറ്റർ നമുക്ക് നല്ലൊരു ഗുണപ്രദമായ കാര്യമാണ്. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് വളരെ സിമ്പിളാണ് ഉപയോഗിക്കാൻ, വെരി സിമ്പിൾ ടു യൂസ്. പിന്നെ ഒരാൾക്ക് സ്വന്തമായി ചെയ്യാം, വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ലാബിൽ പോകേണ്ട, എന്താ പറയുക, അവിടെ പോയി സമയം ചെലവഴിക്കേണ്ട. കോവിഡ് കാലമാണ്, അവിടെ കോണ്ടാക്ട്സ് വേണ്ട, അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു എമർജൻസി പ്രശ്നം വന്നു, നമുക്ക് പെട്ടെന്ന് ഷുഗർ താണുപോയോ ഇനി കൂടിപ്പോയോ, അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നോക്കാം. ആൻഡ് ഇപ്പോഴത്തെ ഗ്ലൂക്കോമീറ്ററുകളൊക്കെ ഒരു എന്താ പറയുക, ഇറ്റ് ഗീവ്സ് ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂസ്. എറേഴ്സ് വളരെ കുറവാണ്. നല്ല ഗ്ലൂക്കോമീറ്ററുകളാണ് ഇപ്പോഴത്തെ കാലത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് നമുക്കൊരു ഡെയിലി നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്ത് ഡേറ്റും ടൈമും എഴുതി വെച്ചിട്ട് നമ്മൾ SMBG സെൽഫ് മോണിറ്ററിങ് ഓഫ് ഗ്ലൂക്കോസ് എന്നൊരു ചാർട്ട് ഉണ്ടാക്കി വെക്കണം. വളരെ സുഖമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡേറ്റും ചെയ്ത ടൈമും എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ സമയത്ത് ഈ ചാർട്ട് കൈ പിടിച്ച് പോവുകയാണെങ്കിൽ ഏത് സമയത്താണ് നമുക്ക് ഷുഗർ കൂടി പോകുന്നത്, ഏത് സമയത്താണ് കുറയണമെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയും ഡോക്ടർക്ക് അതിനനുസരിച്ച് മരുന്നുകളിൽ വ്യത്യാസം വരുത്താനും ഇത് സഹായിക്കും. പിന്നെ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഷുഗർ താണുപോയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നോടിയായി കണ്ടുപിടിക്കാൻ ഈ ഗ്ലൂക്കോമീറ്റർ വളരെ വളരെ സഹായകമാണ്. അതുകൊണ്ട് എല്ലാ പ്രമേഹമുള്ളവർക്ക്, പ്രത്യേകിച്ചും ഇൻസുലിൻ ഉപയോഗിക്കുന്ന രോഗികൾ, ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലൂക്കോമീറ്റർ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഗ്ലൂക്കോമീറ്റർ മെഷീൻ കിട്ടും, പിന്നെ ഒരു സ്ട്രിപ്പിൻ്റെ ബോട്ടിലുണ്ടാവും, പിന്നെ ഒരു പെന്നും, പിന്നെ പെന്നിൽ ഉപയോഗിക്കാനുള്ള ഒരു നീഡിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബാറ്ററി ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ബാറ്ററി ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇടണം. എന്നിട്ട് അത് അടച്ചിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ പെന്നെടുക്കുക. ഈ പെന്ന് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്കിങ്ങനെ ഊരാം. എന്നിട്ട് ഈ പെന്നിൻ്റെ നീഡിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് അതിൻ്റെ ടിപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നീഡിൽ ഇങ്ങനെ കാണാം. നീഡിൽ വന്നതിന് ശേഷം ഇത് വീണ്ടും എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് അടയ്ക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മാർക്കിങ്സ് കാണാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ തിരിക്കാം. തിരിച്ചു കഴിഞ്ഞാൽ 1, പിന്നെ ഒരു ഡോട്ട്, 2, പിന്നെ ഒരു ഡോട്ട്, അങ്ങനെ കാണാം. ഇതെന്തിനു വെച്ചാൽ എത്രത്തോളം ആഴത്തിലാണ് നമ്മൾ ഈ പെന്ന് കുത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ മെഷറാണ്. അപ്പോൾ സാധാരണ ഉള്ള എല്ലാവർക്കും നമ്മളൊരു 3-ൽ വെച്ചാൽ മതിയാവും. പിന്നെ നല്ല കട്ടിയുള്ള തോല്, ജോലിയൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് കട്ടിയുള്ള തോലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് 4-ലോ 5-ലോ ഒക്കെ വെക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് 3-ലാണ് വെക്കുന്നത്. അതിനുശേഷം ഈ ടിപ്പ് പുറകു ഭാഗം ഇങ്ങനെ അമർത്തുക. അതിനാണ് നമ്മൾ ലോഡിങ് എന്ന് പറയും. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ ആണ് ഈ നീഡിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ തറയ്ക്കുക. അപ്പം ഇങ്ങനെ ഞെക്കിയിട്ട് അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ സ്ട്രിപ്പിൻ്റെ ബോട്ടിലെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു സ്ട്രിപ്പ് എടുക്കുക. ഈ സ്ട്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 എൻഡുണ്ട്. ഒരു എൻഡിൽ നമുക്കിങ്ങനെ വരകൾ കാണാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകൾ. അതിൻ്റെ അതർ സൈഡിലാണ് നമ്മൾ ബ്ലഡ് ഇറ്റിക്കുന്നത്. അപ്പം മെഷീനിലേക്ക് വെക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. സ്ലോട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ അപ്പം തന്നെ മെഷീൻ ഓണാവും. ഓണായി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബ്ലഡ് ഡ്രോപ്പ് ഇറ്റിക്കുന്ന ഒരു സൈൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. അതാണ് മെഷീൻ ആക്റ്റീവ് ആവുമെന്ന് പറയുന്നത്. അതിനുശേഷം മെഷീൻ അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ കുത്തുന്ന സ്ഥലം തീരുമാനിക്കുക. അപ്പം യൂഷ്വലി നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ റിംഗ് ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ ആണ് ഉപയോഗിക്കുക. അതായിരിക്കും നല്ലത്. കാരണം ആ ടിപ്പിൽ നമുക്ക് കുത്താൻ എളുപ്പമാണ്. അതാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക. റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുക. നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അവിടെ മുറിവ് കൊണ്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയോ നീറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് ഉപയോഗിക്കുക. ഇങ്ങനെ തുടയ്ക്കുക. തുടച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അത് ഡ്രൈ ആവാൻ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ സെൻട്രൽ പോർഷനിൽ കുത്താണ്ടിരിക്കുക. ഇവിടെ കുത്താൻ പാടില്ല. കാരണം അവിടെ നെർവ് എൻഡിങ്സ് കൂടുതലും രക്തം കുറവുമായിരിക്കും, ഫാറ്റ് കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ കുത്തുമ്പോൾ വേദന വരാനുള്ള സാധ്യതയും രക്തം കുറവ് വരാനുള്ള സാധ്യത. അപ്പോൾ എപ്പോഴും കുത്തുമ്പോൾ ഈ സൈഡിലേക്ക് വേണം കുത്താൻ. ഇവിടെ വേദന കുറവായിരിക്കും, അതേപോലെ രക്തക്കൊഴൽ കൂടുതലായിരിക്കും. കുത്തുമ്പോൾ ബ്ലഡ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതാണ് ഡ്രൈ ആയി വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ച് അവിടെ സൈഡിലേക്ക് ഇങ്ങനെ അമർത്തി പിടിക്കുക, ചെറുതായിട്ട് അമർത്തി പിടിക്കുക. എന്നിട്ട് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് വരും.
ബ്ലഡ് വരുന്ന സമയത്ത് ആവശ്യമുള്ള ബ്ലഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്യുമ്പോൾ മെഷീൻ ഓൺ ആവും. എന്നിട്ട് കുറച്ച് നേരം അവിടെ പിടിക്കുക. ഒരു 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് റിസൾട്ട് വരും. പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ടച്ചാക്കി പിടിക്കുക. കറക്റ്റ് റീഡിങ് കിട്ടും. 113 ആണ്, അതാണ് നോർമലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുക, ഇങ്ങനെ പിടിക്കുക, കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ റീഡിങ് വന്നതിന് ശേഷം എപ്പോഴും ഇതിൻ്റെ ഇങ്ങനെ ബ്ലഡുള്ള സ്ഥലത്ത് പിടിക്കരുത്. അവിടെ നിന്ന് ഊരി ഇത് മാറ്റുക. ഊരി കഴിഞ്ഞ് തന്നെ മെഷീൻ ഓഫ് ആവും. പിന്നൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലെ നീഡിലാണ്. ഈ നീഡിലിങ്ങനെ ഊരുക, അല്ലെങ്കിൽ വലിച്ചൂരിയതിന് ശേഷം ഇതിങ്ങനെ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം അവന് ഡിസ്പോസ് ചെയ്യാൻ. അങ്ങനെ ഡിസ്പോസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇത് അടച്ചെടുക്കുക. അടച്ചതിന് ശേഷം ഇതുപോലൊരു ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. മെഷീനും സ്ട്രിപ്പും ഇതും എപ്പോഴും ഇങ്ങനെ ഭദ്രമായി സൂക്ഷിക്കുക. നനവുള്ള സ്ഥലത്തോ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്തോ വയ്ക്കാതിരിക്കുക. യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇതിലിങ്ങനെ ബോക്സിലാക്കി യാത്ര ചെയ്യും. അതാണ് എപ്പോഴും ഇത്രയും കാര്യം ഓർമ്മ വയ്ക്കുക. ഗ്ലൂക്കോമീറ്റർ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചത് കണ്ടു. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നീഡിലും സ്ട്രിപ്പും ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. പല പ്രാവശ്യം ആൾക്കാർ സെയിം യൂസ് ചെയ്ത മറ്റേ നീഡിൽ വെച്ച് കുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ഒരു ഐഡിയൽ കാര്യമല്ല. പരമാവധി നമ്മൾ ഈ കുത്തുന്ന നീഡിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക. സ്ട്രിപ്പ് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് ഉപയോഗിക്കാനേ പറ്റില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം. നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈം പലപ്പോഴും പല ആൾക്കാർക്കും സംശയമാണ്. നമുക്ക് ഫാസ്റ്റിംഗ് സമയത്ത് നോക്കാം, അതായത് രാവിലെ എണീറ്റ വശം നോക്കാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം, ഉച്ചക്കത്തെ ഭക്ഷണത്തിന് മുന്നോ ശേഷം നോക്കാം, രാത്രി അത്താഴത്തിന് മുന്നോ അല്ലെങ്കിൽ അത്താഴം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുലർച്ചെ 3 മണിക്ക് 4 മണിക്ക് നമുക്ക് നോക്കാം. ചില ആൾക്കാർക്ക് രാവിലെ ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് രാത്രി ഇൻസുലിൻ എടുത്ത പുലർച്ചെ ചിലപ്പോൾ ഷുഗർ താണു പോയിട്ട് പിന്നെ ഒരു റീബൗണ്ട് ഹയർ ഫാസ്റ്റിംഗ് ഷുഗർ വരുന്ന സംശയം. അതായത് നമ്മൾ രാത്രിയിൽ മരുന്ന് നമ്മൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും ഫാസ്റ്റിംഗ് ഷുഗർ വീണ്ടും വീണ്ടും കൂടി പോകുന്ന സമയത്ത് ഞങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഏർലി മോർണിംഗ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അതായത് 4 മണിക്ക് ഒരാൾക്ക് ഷുഗർ താണു പോയാൽ പുലർച്ചെ നമ്മളൊരു 7 മണിക്ക് 8 മണിക്ക് നോക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ഷുഗർ ഹൈ ആയിരിക്കും. അതൊരു സംഭവമാണ്. അപ്പം അതിനെ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ പല കാരണം. അപ്പോൾ നമുക്ക് ഏത് സമയത്ത്, രാവിലെ, ഉച്ചയ്ക്കോ രാത്രിയിലോ, ഭക്ഷണത്തിന് മുന്നെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറോ അല്ലെങ്കിൽ പുലർച്ചെ 4 മണിക്ക് 3 മണിക്കോ ഒക്കെ ചെക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് വീട്ടിലാവുമ്പോൾ മാത്രമേ. അതിപ്പം ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിലാണ് പറയും ഇതൊക്കെ നടക്കുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് മറക്കാതെ. പിന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കാനുള്ളത്, ഈ ഹൈ വാല്യൂ നമ്മളിപ്പം ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൈയുടെ ടിപ്പ് നിന്നാണ് ബ്ലഡ് എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ശുദ്ധമായ രക്തവും അതിന് കാപ്പിലറി ബ്ലഡ് ഒന്നും നമ്മൾ ലാബിൽ പോയി എടുക്കുമ്പോൾ നമ്മളെ വെയിനിൽ നിന്ന് എടുക്കുന്നത് അശുദ്ധ രക്തമാണ്. അപ്പം അത് ഇതിൽ നിന്ന് എപ്പോഴും നമ്മൾ കാപ്പിലറി ബ്ലഡിൽ ഷുഗർ കൂടുതലും ഏകദേശം ഒരു 15 to 20% എന്ന് പറഞ്ഞാൽ 200 ഷുഗറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ 220 കാണിക്കുകയും 300 ഷുഗർക്ക് ഒരു 340 ഒക്കെ കാണിക്കാം. അത് ഈ ബ്ലഡിൻ്റെ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ലാബിൽ പോയി നമ്മൾ ഇവിടുന്ന് ബ്ലഡ് എടുത്ത് നോക്കുന്ന സമയത്ത് ഷുഗർ കുറവും നമ്മൾ ഗ്ലൂക്കോമീറ്റർ നോക്കുക. അപ്പോൾ പല ആൾക്കാരും ഇതിനെപ്പറ്റി ഒരു സംശയത്തോടെ പറയും ഗ്ലൂക്കോമീറ്ററിൽ നോക്കിയാൽ എപ്പോഴും കൂടുതലാണ്. അതിങ്ങനെയാണ്, ഇതാണ് അതിൻ്റെ കാരണം. അത് മറക്കാതിരിക്കുക. പക്ഷേ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതായത് ലാബിൽ പോയി വീനസ് ബ്ലഡ് എടുത്താലും ഇവിടുന്ന് എടുക്കുന്ന കാപ്പിലറി ബ്ലഡ് ആയാലും ഓൾമോസ്റ്റ് വാല്യൂ സെയിം ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗർ ഗ്ലൂക്കോമീറ്ററിൽ നോക്കിയാൽ കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോമീറ്റർ ചില സമയത്തൊന്നും റീഡിംഗ് ഒന്നും കാണിക്കില്ല, അല്ലെങ്കിൽ ERR എഴുതിയിട്ട് ചിലപ്പോൾ നമ്പറുകൾ കാണിക്കും. അപ്പോൾ നമ്മൾ ആ ഗ്ലൂക്കോമീറ്ററിൻ്റെ കൂടെ ഒരു പേപ്പർ ഉണ്ടാവും. അപ്പോൾ എറർ എന്തൊക്കെയാണെന്ന് വയ്ക്കും. പക്ഷേ ആ എററിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് എറർ വരാനുള്ള സാധ്യതയുള്ള 2 ഒന്ന്, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് ഈ ഗ്ലൂക്കോമീറ്ററിൻ്റെ സ്ട്രിപ്പിൽ ടച്ച് ആവാതിരിക്കുക. അപ്പോഴും നമുക്ക് എറർ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ വാല്യൂ, അതായത് ചില ആൾക്കാർക്ക് നമ്മൾ ഷുഗർ നോക്കുന്ന സമയത്ത് 500-ന് മേലെയാണെങ്കിൽ ഗ്ലൂക്കോമീറ്ററിന് ചിലപ്പോൾ റീഡ് ചെയ്യാൻ പറ്റില്ല. ചില ഗ്ലൂക്കോമീറ്ററിന് 500 വരെ മാത്രമാണ് ബ്ലഡ് ഷുഗർ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ എറർ 9 എന്നൊക്കെ കാണിക്കും. ഓരോ ഗ്ലൂക്കോമീറ്ററിനും എറർ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ നമ്മളെ ചാർട്ടിൽ നോക്കി മനസ്സിലാക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്ന് ആവശ്യത്തിന് ബ്ലഡ് ഇല്ലാണ്ടിരിക്കുക. അതായത് നമ്മൾ പേടിച്ച് കുത്തുന്ന സമയത്ത് കുറച്ച് ബ്ലഡ് ഉണ്ടാവുള്ളൂ, പക്ഷേ ആവശ്യത്തിന് അത് സ്ട്രിപ്പിൽ കറക്റ്റ് ആവില്ല, എറർ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ചിലപ്പോൾ ഗ്ലൂക്കോമീറ്ററിൽ കാണിക്കില്ല. രണ്ടായാലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരു ലാബിൽ പോവുക, നമ്മുടെ ഗ്ലൂക്കോമീറ്റർ കൈ പിടിക്കുക. എന്നിട്ട് ആ ലാബിലെ കുട്ടികളോട് പറയാം,
നമ്മൾ ഈ ബ്ലഡ് ഷുഗർ ഈ മെഷീൻ കറക്റ്റ് ആണോ നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക, ആ സെയിം ബ്ലഡ് ഉപയോഗിച്ച് ഗ്ലൂക്കോമീറ്ററിലെ സ്ട്രിപ്പിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കൗണ്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോമീറ്റർ വാല്യൂ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്ലൂക്കോമീറ്ററിൻ്റെ ബോക്സിൻ്റെ മേലെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും. ടോൾ ഫ്രീ നമ്പർ ഈ എല്ലാ ഗ്ലൂക്കോമീറ്ററും ലൈഫ് ടൈം വാറണ്ടി വെച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട് വന്നാൽ അത് അവർ റീപ്ലേസ് ചെയ്ത് തരും. അതിനുവേണ്ടിയാണ് ടോൾ ഫ്രീ നമ്പർ. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേടുവന്ന മെഷീനാണെങ്കിൽ ഒരു പുതിയ മെഷീൻ അവർ നമ്മുടെ പേരിൽ അയച്ചു തരും. അങ്ങനെയാണ് അതിൻ്റെ കാരണം. അപ്പം അതെപ്പോഴും ഓർക്കുക. അപ്പോൾ ഈ ഡബിൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോമീറ്ററിൻ്റെ വാല്യൂ കറക്റ്റ് ആണോ അല്ലയോ എന്നറിയാം. പിന്നെ എപ്പോഴും ഗ്ലൂക്കോമീറ്റർ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രിപ്സ് ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഗ്ലൂക്കോമീറ്ററെ വാങ്ങാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് പല സമയത്തും പുറത്ത് പോയി ചെക്ക് ചെയ്ത് ഇത് തിരഞ്ഞെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ട്രിപ്സ് അവൈലബിൾ ആയിട്ടുള്ള മെഷീനെ വാങ്ങാവുള്ളൂ. പിന്നെ വളരെ വില കുറഞ്ഞ മെഷീൻസ് വാങ്ങാതിരിക്കുക, അത് എപ്പോഴും ശ്രദ്ധിക്കണം. അല്ല അതെന്താ കാരണം വെച്ചാൽ പല സമയത്ത് നമ്മൾ പുതിയ പുതിയ ഗ്ലൂക്കോമീറ്റർ കാണും. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലൂക്കോമീറ്റർ കമ്പനി തന്നെ കാണാറുണ്ടാവും. അപ്പം നമ്മൾ ഈ മേടിച്ച മെഷീൻ വേസ്റ്റ് ആവും, സ്ട്രിപ്പും കിട്ടാണ്ടാവും. അപ്പോൾ പുതിയ മെഷീൻ മേടിക്കും. അപ്പം നമ്മൾ നല്ലൊരു കമ്പനിയുടെ മെഷീൻ എപ്പോഴും വാങ്ങാൻ ശ്രമിക്കുക. അത് മാർക്കറ്റിൽ ദീർഘകാലം ഉണ്ടാവും, അതിൻ്റെ സ്ട്രിപ്സും അവൈലബിൾ ആയിരിക്കും. പിന്നെ പറ്റുന്നതും ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാരോട് കൊണ്ടുവരണ്ടെന്ന് പറയാം. കാരണം ഗൾഫിൽ നിന്ന് മെഷീൻ മേടിക്കുമ്പോൾ അതിന് വളരെ വില കൂടുതലും ആ സ്ട്രിപ്പ് നമ്മുടെ ഇവിടെ കിട്ടില്ല. അപ്പം പിന്നെയും സ്ട്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഗൾഫിൽ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ചോദിച്ച് വരുത്തേണ്ട ഒക്കെ ഘട്ടം വരും. അനാവശ്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊരു 1000-1200 രൂപയ്ക്ക് നല്ല മെഷീൻ കിട്ടേണ്ട 1300 രൂപയൊക്കെ ഉള്ളൂ. ഗൾഫിൽ മേടിക്കുമ്പോൾ 4000-5000 രൂപയാവും. സ്ട്രിപ്സിന് വില കൂടുതലാണ്. അതുകൊണ്ട് നാട്ടിൽ തന്നെ മേടിക്കുക. പിന്നെ എപ്പോഴും സ്ട്രിപ്സ് മേടിക്കുമ്പം വളരെ ക്വാണ്ടിറ്റി കുറച്ച്, അല്ലെങ്കിൽ 10 എണ്ണം, മാക്സിമം 20 എണ്ണം, അതിൽ കൂടുതൽ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഒരു സാധാരണഗതിയിൽ നമ്മൾ ഈ സ്ട്രിപ്സ് പൊട്ടിച്ച് നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 6 മാസമൊക്കെയാണ് അതിൻ്റെ ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ വാറണ്ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രിപ്സ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ മേടിച്ച് വെച്ചിട്ട് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല, വെറുതെ പൈസ വേണ്ട. എപ്പോഴും 10 എണ്ണം അല്ലെങ്കിൽ 25 എണ്ണത്തിൻ്റെ പാക്കറ്റ് മാത്രം വാങ്ങിയാൽ മതി. പിന്നെ ഇത് ഗ്ലൂക്കോമീറ്റർ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വെള്ളം നനവൊന്നും ഇല്ലാതെ എപ്പോഴും ബാക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ബോക്സ് അവൈലബിൾ ആയിട്ടൊരു ബോക്സ് ഉണ്ടാകും. ആ ബോക്സിൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കാൻ എപ്പോഴും ശ്രമിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്ലൂക്കോമീറ്റർ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. നമുക്ക് സ്വയം നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു, അപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഷുഗർ കൂടിപ്പോകുന്നത്, എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ നോർമലായി നിൽക്കുന്നത്, ഇതൊക്കെ അറിയാൻ ഈ ഗ്ലൂക്കോമീറ്റർ സഹായിക്കും. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നമുക്ക് ചോദിക്കാം ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള പ്രൊസീജിയർ കറക്റ്റായിട്ട് പാലിക്കുക. എന്നിട്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുക. നിങ്ങളുടെ പ്രമേഹം മൂലമുള്ള എല്ലാ പ്രയാസങ്ങളും കുറയാൻ ഇത് സഹായിക്കും. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ.